വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് അരുളിച്ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലെയുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ആരാണ് വലിയവൻ എന്നുള്ള തർക്കങ്ങളും ചിന്തകളും പ്രവർത്തികളും ഒക്കെ ഇന്നത്തെ സമൂഹത്തിൽ എല്ലാ മേഖലകളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ് എന്ന് ശിഷ്യന്മാരുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോഴത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി. അവർ 12 പേരായിരുന്നല്ലോ. 12 പേരെയും പ്രത്യേകമായ സാഹചര്യത്തിൽ നിന്നും ആയിരുന്ന സ്ഥലത്തേക്ക്, അവിടെ നിന്നും ആയിരിക്കേണ്ട സ്ഥലത്തേക്ക് യേശു തമ്പുരാൻ വിളിച്ചു വേർതിരിച്ചവരാണ്. തന്നോടുകൂടി ആയിരിക്കുവാൻ, അയക്കപ്പെടുവാൻ, സാക്ഷികളായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ട അവർ യേശുവിനോടുകൂടി കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ തർക്കമുണ്ടാവുകയാണ്. അവരിൽ വലിയവൻ ആരാണ്? സ്വർഗരാജ്യത്തിൽ ആരായിരിക്കും വലിയവൻ? തങ്ങളുടെ ഇടയിൽ വലിയവരാരാണെന്നും സ്വർഗരാജ്യത്തിൽ വലിയവരാരാണെന്നും ഒക്കെയുള്ള ചിന്ത. എല്ലാവരും വലിയവരാകണം എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ വലിയവരാകുവാൻ ചെറിയവനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മെ വലിയവരാക്കുവാൻ വലിയവനായവൻ ചെറിയവനായ ഒരു വലിയ പാരമ്പര്യം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ നാം കാണുന്നുണ്ട്. അതൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നത്, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് എന്ന്. സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിലാണ് എന്ന് യേശു തമ്പുരാൻ പല പ്രാവശ്യം അവരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ അവർ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതിൻ്റെ സമ്മാനമാണ് അവർക്ക് സ്വർഗരാജ്യത്തിൽ നിത്യതയിൽ ലഭിക്കുന്നത്. തന്നോടുകൂടി ആയിരിക്കുവാൻ ഉള്ള വലിയ ഭാഗ്യം, നിത്യമായി നിരന്തരമായി ആയിരിക്കുവാനുള്ള വലിയ ഭാഗ്യം അവർക്ക് നൽകുവാനാണ് യേശു തമ്പുരാൻ കടന്നു വന്നത്. ഒരു മനുഷ്യനും നശിക്കുവാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടണം. അതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ, പാടുപീടകളിലൂടെ, മരണത്തിലൂടെ, പുനരുത്ഥാനത്തിലൂടെ ഒക്കെ നമുക്ക് രക്ഷ നേടിത്തരുവാൻ പോകുന്നു. അപ്പോൾ വലിയവൻ ചെറിയവനായി, ഒന്നുമില്ലാത്തവനായി, ഒന്നുമല്ലാത്തവനായി നമ്മുടെ മധ്യത്തിൽ കാണപ്പെടുന്നത് ഒന്നുമല്ലാത്തവരായ നമ്മെ ഈ നിലയിൽ ആക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. അവിടുത്തെ അനുധാവനം ചെയ്ത് അവിടുത്തെ ജീവിതശൈലിയിലൂടെ കടന്നുപോയി അവിടുത്തെ പെസഹ രഹസ്യങ്ങളിൽ ബോധപൂർവം പങ്കെടുക്കുന്നവർക്കാണ് സ്വർഗരാജ്യത്തിൽ സ്ഥാനം ലഭിക്കുക എന്നുള്ള സൂചന തമ്പുരാൻ പല പ്രാവശ്യം അവർക്ക് കൊടുത്തിട്ടുണ്ട്. മനുഷ്യപുത്രൻ ജെറുസലേമിലേക്ക് പോകണം, പാടുപിടകൾ സഹിക്കണം, മരിക്കണം, മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള സൂചനയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് വരികിലും ആരാണ് വലിയവനെന്നുള്ള തർക്കം സ്വാഭാവികമായി അവരുടെ ഇടയിൽ ഉണ്ടായി എന്നുള്ളതിൽ സംശയമില്ല. സബദിയുടെ പുത്രന്മാരും മുക്കുവന്മാരും മീൻ പിടിച്ചുകൊണ്ടിരുന്ന ആളുകൾ, ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ആളുകൾ, തീവ്രവാദികളെന്ന് വിളിക്കപ്പെട്ടവർ,
സമൂഹത്തിൽ സമുന്നതമായ സ്ഥാനം ഒന്നുമില്ലാത്തവരായ ഈ ആളുകളെ തമ്പുരാൻ വിളിച്ച് വേർതിരിച്ച് കൊണ്ടു നടക്കുമ്പോഴാണ് അവർ ചോദിക്കുന്നത്, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? അതിന് മറുപടി അവർക്ക് കൊടുക്കുന്നത് ഒരു ശിശുവിനെ അടുത്ത് വിളിച്ചു നിർത്തിക്കൊണ്ട് ആ ശിശുവിനെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് യേശു തമ്പുരാൻ മറുപടി പറയുന്നത്. സമൂഹത്തിൽ വലിയവരെന്ന് ഭാവിച്ച് ബലഹീനരും നിസ്സാരരുമായി അവഗണിക്കുന്ന പ്രവണത യഹൂദന്മാരുടെ ഇടയിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുണ്ട്. കുഞ്ഞുങ്ങളെക്കുറിച്ച് അവർക്ക് വലിയ മതിപ്പില്ല. ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് ദ നേഷൻ. ഒരു ശിശുവാണ് ഒരു രാജ്യത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ നിശ്ചയമായും അനന്ത സാധ്യതകളുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ, മാതാപിതാക്കളുടെ ദാമ്പത്യ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ ഒക്കെ അടയാളമാണ് ഈ ശിശുക്കൾ. അനന്ത സാധ്യതകളുള്ള ഈ ശിശുക്കൾ ഭാവിയിൽ ആരായിത്തീരുമെന്ന് നമുക്കറിയില്ല. എന്നാൽ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ കൊച്ചു പിള്ളേരാണ്, അവർക്ക് അറിവില്ല, അവരെ പരിഗണിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് യേശു തമ്പുരാൻ അവരുടെ ഈ ഒരു മനോഭാവത്തിന് വ്യത്യാസം വരുത്തി കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞത്, സമൂഹത്തിലെ ചെറിയവരായ ഈ കുഞ്ഞുങ്ങൾ അവരൊക്കെ സമൂഹത്തിൽ ചെറിയവരായി കാണപ്പെടുന്നുവെങ്കിലും അവരൊക്കെ വലിയവരാണ്. എന്താണ് അവരുടെ വലിപ്പത്തിൻ്റെ മാഹാത്മ്യം, പ്രത്യേകത? അവർ നിഷ്കളങ്കരായ ആളുകളാണ്. പ്രായം കൂടി വരുന്തോറും, അറിവ് കൂടി വരുമ്പോഴും അഹങ്കാര അതീശ മനോഭാവത്തിൽ ചതിയും വഞ്ചനയും ഒക്കെ വെച്ചു പുലർത്തുന്ന മനുഷ്യ സമൂഹത്തിൽ ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയം നിഷ്കളങ്കമായ ഹൃദയമാണ്. പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ഈ ജനം അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു, അവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് യേശു തമ്പുരാൻ പറഞ്ഞു. എങ്കിൽ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയം നിഷ്കളങ്കമായ ഹൃദയമാണ്, സ്നേഹിക്കുന്ന ഹൃദയമാണ്. അവർക്ക് തങ്ങളുടെ മാതാപിതാക്കളോടോ മറ്റുള്ളവരോടോ വെറുപ്പോ വിദ്വേഷമോ ഇല്ല. ഒരുപക്ഷെ ഒരു കുഞ്ഞിനെ ഒരമ്മ ഒരടി കൊടുത്താലും അന്നേരം ഒന്ന് കരഞ്ഞു നിന്നിരിക്കും. അത് കഴിഞ്ഞ് അമ്മയുടെ ചുറ്റും നിന്നുകൊണ്ട് അമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് വളരെ സ്വാഭാവികമായി അടുത്ത് നിൽക്കുന്ന ആ കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാം മറക്കുവാൻ കഴിയുന്ന നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ഉടമയാണ് ആ കുഞ്ഞ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ശിശുവാണ് സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ശിശുക്കളുടെ നിഷ്കളങ്കതയും ഹൃദയശുദ്ധിയും എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നാണ് യേശു തമ്പുരാൻ പറയുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തോടുകൂടി ആയിരിക്കുവാൻ എല്ലാ നല്ല ഗുണങ്ങളും ആ കുഞ്ഞുങ്ങൾക്കുണ്ട് എന്ന് കാണുമ്പോൾ ഈ ശിശുക്കളെപ്പോലെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്ന പേരിൽ ആ കുഞ്ഞുങ്ങളുടെ മനോഭാവം നാം വെച്ചു പുലർത്തണം. അങ്ങനെയുള്ളവർക്കാണ് ദൈവരാജ്യത്തിന് അവകാശമെന്ന് തമ്പുരാൻ ഓർമ്മിപ്പിക്കുകയാണ്. അഹങ്കാരി തന്നെ താഴ്ത്തുമ്പോൾ സ്വർഗരാജ്യത്തിൽ വലിയവനായി തീരുകയാണ്. അഹങ്കാരത്തിന് മരിച്ചു വിനയത്തിന് പുനരുത്ഥാനം ചെയ്യുമ്പോൾ, സ്വാർത്ഥതയ്ക്ക് മരിച്ച് നിസ്വാർത്ഥതയ്ക്ക് പുനരുത്ഥാനം ചെയ്യുമ്പോൾ അവൻ സ്വർഗരാജ്യത്തിൽ വലിയവനായി തീരുകയാണ്. അതാണ് ആ കുഞ്ഞുങ്ങളിൽ നിന്നും അവിടുന്ന് അവർക്ക് കൊടുത്ത മാതൃക. ഈ ഒരു എളിമയിലേക്കെത്താൻ നാമെന്നുള്ള ആ ഒരു വലിയ മനോഭാവം വിട്ടുപേക്ഷിച്ചുകൊണ്ട് യഹൂദ സമൂഹത്തിൽ അവകാശികളല്ലാത്തവരും നിസ്സാരരുമായി കരുതിയിരുന്ന ശിശുക്കളെ കർത്താവ് സ്വർഗരാജ്യത്തിൽ വലിയവരാക്കി അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. 131 സങ്കീർത്തനം പറഞ്ഞു തരുന്ന പോലെ, കർത്താവേ, എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല, എൻ്റെ നയനങ്ങളിൽ നിഗളമില്ല, എൻ്റെ കഴിവിൽ കവിഞ്ഞ വൻകാര്യങ്ങളിലും വിസ്മയാവഹമായ പ്രവൃത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല. മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെപ്പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി.
ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് ഞാൻ എന്ന് പറയുവാൻ സാധിക്കണം. അപ്പോൾ 131 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ എൻ്റെ ഹൃദയത്തിന് അഹങ്കരിക്കുവാനൊന്നുമില്ല. എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദാനമല്ലാതെ ഒന്നും എനിക്കില്ല. അപ്പോൾ ഉള്ളതെല്ലാം തമ്പുരാൻ എനിക്ക് തന്നതാണ് എന്ന ബോധ്യത്തോടു കൂടി അത് മറ്റുള്ളവരുമായി പകർന്നു കൊടുത്ത് ജീവിക്കുവാനുള്ളതാണെന്ന് കാണുമ്പോൾ എനിക്ക് അഹങ്കരിക്കുവാനൊന്നുമില്ല. എൻ്റെ നയനങ്ങളിൽ നിഗളമില്ല. ഞാൻ കാണുന്ന കണ്ണുകളിലൂടെ നോക്കുമ്പോൾ തമ്പുരാൻ്റെ കാരുണ്യം അനുഭവിക്കുന്ന ഞാൻ എന്തിന് നിഗളിക്കുന്നു? അപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് നന്മ കാണുവാൻ, അന്യരിൽ നന്മ കാണുവാൻ, അത് കണ്ട് സന്തോഷിക്കുവാൻ എന്നെ അകക്കാമ്പിൽ വെളിച്ചം തരണമേ എന്ന് കാർഡിനൽ ന്യൂമൻ പ്രാർത്ഥിച്ചതുപോലെയും ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിൽ എല്ലാവർക്കും നന്മ ഭവിക്കണം, ആർക്കും തിന്മ വരാൻ പാടില്ല, ശത്രുക്കൾക്ക് പോലും തിന്മ വരാൻ പാടില്ല എന്ന മനോഭാവത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. എൻ്റെ കഴിവിൽ കവിഞ്ഞ വൻകാര്യങ്ങളിലും വിസ്മയാവഹമായ പ്രവൃത്തികളിൽ ഞാൻ വ്യാപൃതനാകുന്നില്ല. ഓരോരുത്തരും അവരൊക്കെ എന്തോ ഏതോ ആണെന്ന് കാണിക്കുവാൻ വേണ്ടി വലിയ തിരക്കുകളും വെമ്പലുകളും ആകുലതകളും ആകാംക്ഷകളുമായി കഴിയുന്ന പശ്ചാത്തലത്തിൽ നാം എന്താണെന്ന് ഉള്ളതും ഉള്ളും അറിയുന്ന തമ്പുരാൻ്റെ മുമ്പിൽ നാം ആരാണെന്ന് തമ്പുരാൻ അറിയാം. ഒന്നും നമുക്ക് ഒളിച്ചു വയ്ക്കുവാനോ മറച്ചു വയ്ക്കുവാനോ ഇല്ല. പിന്നെ നാം എന്താണെന്ന് ഏതോ ആണെന്ന് ഭാവിക്കുന്ന ഒരു രീതിയിലുള്ള മനോഭാവം നമുക്ക് പാടില്ല. മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ പോലെ എന്നെ തന്നെ ശാന്തനാക്കി. ആ കുഞ്ഞ് അമ്മയുടെ മടിയിൽ സുരക്ഷിതയാണ് എന്നുള്ള ബോധ്യം, എൻ്റെ അമ്മ എന്നെ സംരക്ഷിക്കുമെന്നുള്ള ബോധ്യം, അങ്ങനെ ദൈവകരങ്ങളിൽ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശാന്തമായി ജീവിക്കുവാൻ എനിക്ക് കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനോഭാവത്തിൽ സമൂഹത്തിൽ നിസ്സാരരായി കരുതുന്നവരെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അത് സാധിക്കണം, അങ്ങനെ ആയിത്തീരണം എന്നുള്ള ഒരു മനോഭാവത്തിലാണ് യേശു തമ്പുരാൻ ആ ശിശുവിനെ അവരുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് സ്വർഗരാജ്യത്തിൽ ഈ ശിശുവിനെ പോലെയുള്ളവനാണ് വലിയവൻ എന്ന് എടുത്തു പറഞ്ഞത്. എളിമയിലും സ്നേഹത്തിലുമുള്ള ഒരു ജീവിതമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേകമായ അനുഭവമാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ജീവിതത്തിൽ നാം കാണുന്നത്. 1773 ആണ്ട് ജനുവരി മാസം 2-ാം തീയതി ഫ്രാൻസിലെ അലൻസോണിൽ ലൂയി മാർട്ടിൻ സെല്യൂഗരിൻ എന്നീ മാതാപിതാക്കളിലൂടെ അവർക്ക് 9 മക്കളായിരുന്നു. 4 മക്കൾ, 2 ആണും 2 പെണ്ണും. കൊച്ചുത്രേസ്യ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയി. അപ്പോൾ കൊച്ചുത്രേസ്യയ്ക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള മറ്റ് 4 സഹോദരിമാരാണ്. ആ 4 സഹോദരിമാരിൽ ഏറ്റവും ഇളയവളാണ് കൊച്ചുത്രേസ്യ. കൊച്ചുത്രേസ്യ ജനിക്കുന്നതിന് മുമ്പ് 4 പേര് മരിച്ചുപോയി എന്ന് ഞാൻ സൂചിപ്പിച്ചു. മറ്റുള്ള സഹോദരിമാർ മേരി, പൗളിൻ, ലിയോണി, സെലിൻ എന്നീ 4 സഹോദരിമാരിൽ ഏറ്റവും അവളെ ഉത്സാഹപൂർവ്വം വളർന്നു വരുന്ന സാഹചര്യത്തിൽ 4-ാമത്തെ വയസ്സിൽ അവളുടെ അമ്മ ഈ ലോകത്തെ വിട്ട് കടന്നു പോകുന്നു. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചെറുപ്രായത്തിൽ 4 വയസ്സുള്ളപ്പോൾ അമ്മ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം പ്രയാസമായിരിക്കും ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ചയുടേതായ ഘട്ടങ്ങളിൽ. എന്നാൽ അപ്പൻ മനസ്സിലാക്കി അലൻസോണിൽ നിന്നും ലിസ്യൂയിലേക്ക് കുറേ കൂടെ മെച്ചപ്പെട്ട സൗകര്യം കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിനും വളരുന്നതിനുമായി അപ്പൻ, ഒരു പട്ടവ്യാപാരിയായ അപ്പൻ, ആ ഒരു ഉദ്ദേശത്തോടു കൂടി താമസം ലിസ്യൂ എന്ന പട്ടണത്തിലേക്ക് മാറ്റുകയാണ്. ലിസ്യൂവിൽ വളരെയധികം കൊച്ചുത്രേസ്യയെ ശ്രദ്ധിച്ചത് പൗളിൻ എന്ന സഹോദരിയാണ്. തുടർന്ന് 8 വയസ്സുവരെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ വളർന്നു വന്ന ആ മകൾ ലിസ്യൂവിലെ ബെനഡിക്റ്റിയൻ മഠത്തിലെ കോൺവെൻറ്റ് സ്കൂളിൽ ചേർന്ന് പഠനം ആരംഭിച്ചു.
1888 ഏപ്രിൽ 9 അവൾ തൻ്റെ സഹോദരികളായ മേരിയെയും പൗളിനെയും അനുകരിച്ച് ലിസ്യൂവിലെ കാർമൽ കോൺവെൻറ്റിൽ സന്യാസിനിയാകുവാൻ ചേർന്നു. ലിയോണി എന്ന് പറയുന്ന സഹോദരി വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിൽ ചേർന്ന് കഴിഞ്ഞിരുന്നു. മറ്റ് സഹോദരിമാരൊക്കെ കർമ്മലിത്ത സന്യാസിനികളുടെ മഠത്തിലാണ് ചേർന്നത്. കൊച്ചുറേസ്യയും ആ മഠത്തിൽ ചേരുന്നു. 15-ാമത്തെ വയസ്സിൽ ലിയോ 13 മാർപ്പാപ്പായെ സന്ദർശിച്ച് പ്രത്യേക അനുവാദത്തോടു കൂടി മഠത്തിൽ ചേരുകയാണ്. 15-ാമത്തെ വയസ്സിൽ മഠത്തിലെടുക്കില്ല. എന്നാൽ ഈ കുട്ടിയുടെ ആഗ്രഹവും സന്യാസിനിയാകുവാനുള്ള തീവ്രമായ ആഗ്രഹവും കുടുംബത്തിൻ്റെ പശ്ചാത്തലവും ഒക്കെ നോക്കിക്കൊണ്ട് പരിശുദ്ധ പിതാവ് അതിനുള്ള അനുമതി നൽകുകയാണ്. അങ്ങനെ 1887 നവംബർ മാസം 20 മഠത്തിൽ ചേരുകയും 89 ആണ്ടിൽ സഭാവസ്ത്രം സ്വീകരിക്കുകയും 90 ആണ്ടിൽ പ്രഥമ വാഗ്ദാനം നടത്തിക്കൊണ്ട് ഒരു സന്യാസിനിയായി പ്രവർത്തിക്കുകയും 1897 സെപ്റ്റംബർ മാസം 30 ഈ ലോകത്തെ വിട്ട് കടന്നുപോയ ആ സന്യാസിനിയുടെ ജീവിതം 24 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചു. അതിൽ വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ മഠത്തിൽ ഒരു സന്യാസിനിയായി ജീവിക്കുവാൻ സാധിച്ചുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായിരുന്നു അവളുടെ പ്രത്യേകത? മഠത്തിലെ നിയമങ്ങൾ ശുഷ്കാന്തിയോടെ അവൾ അനുസരിച്ചു. നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അത് സ്വാതന്ത്ര്യത്തിൻ്റെ നിഹനമായി ആധുനിക സമൂഹം കാണുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മനുഷ്യ സമൂഹം അന്നും ഇന്നും എന്നും എപ്രകാരം ജീവിക്കണമെന്ന് മോശ വഴി യഹോവയായ ദൈവം സീനായ് മലയിൽ വച്ച് 10 പ്രമാണങ്ങൾ നൽകി നമുക്ക് വഴികാട്ടിയായ എല്ലാ സഹായങ്ങളും നൽകി. ലോകമെമ്പാടുമുള്ള എല്ലാ നിയമകോടതികളും ഈ 10 കൽപ്പനകളുടെ വ്യാഖ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം, മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധം, മനുഷ്യനും ഈ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം, അവൻ്റെ മനസാക്ഷിയുമായിട്ടുള്ള ബന്ധം ഒക്കെ എപ്രകാരം കാത്തു സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അത് അവനെ സ്വാർത്ഥതയിലേക്ക് നയിക്കുവാനല്ല, അവനെ നിസ്വാർത്ഥതയിലൂടെ അവൻ്റെ സ്വാതന്ത്ര്യത്തെ വളർത്തിയെടുത്തുകൊണ്ട് പരിപോഷിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു വലിയ അവസരമാണ് അവന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മഠത്തിലെ നിയമങ്ങളെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ സന്യാസിനികളെന്നുള്ള നിലയിൽ അവരെപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ വ്രതത്രയങ്ങളിലൂടെ എങ്ങനെ തമ്പുരാൻ്റെ മനുഷ്യാവതാരത്തിൽ പങ്കാളിയാകുവാൻ, അവിടുത്തെ രക്ഷാകര കർമ്മത്തിൽ പങ്കാളിയാകുവാൻ, അവിടുന്ന് സ്ഥാപിച്ച സഭയിലൂടെ സ്നേഹത്തോടുള്ള ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ദൈവവചനത്തിലൂടെ വിശുദ്ധ കൂദാശകളിലൂടെ ശക്തി പ്രാപിച്ചുകൊണ്ട് എങ്ങനെ അവരുടെ ജീവിതം ധന്യമായ ജീവിതമാക്കാമെന്നാണ് സമൂഹ നിയമത്തിൽ പറയുന്നത്. ആ നിയമങ്ങളെല്ലാം ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തോടുകൂടി നിരന്തരമായി ആയിരിക്കുവാനുള്ളൊരു വിളിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ട സമ്പാദ്യങ്ങൾ ഈ ലോകത്തിൽ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നിറവേറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള നിയമങ്ങളാണ് സന്യാസിനി സമൂഹത്തിൽ നൽകിയിരിക്കുന്നത്. ആ നിയമങ്ങളെയെല്ലാം അഭംഗുരമായി പാലിച്ചുകൊണ്ട് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് 1 സാമുവേൽ 15-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ തൻ്റെ ജീവിതത്തിൽ എന്താണ് സമൂഹം ആവശ്യപ്പെടുന്നത്, എന്താണ് ദൈവം ആവശ്യപ്പെടുന്നത്, തൻ്റെ അധികാരികൾ ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ അവൾക്ക് കഴിഞ്ഞു. അവളുടെ സഹോദരിമാരുടെ നിർബന്ധം മൂലം ഒരു ആത്മകഥ എഴുതുവാൻ അവൾക്ക് സാധിച്ചു. 1898-ാം ആണ്ടിൽ അവളുടെ ജീവിതത്തിൽ അവളെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയാണ്, സഭയുടെ വേദപാരംഗതയായി പ്രഖ്യാപിക്കുകയാണ് 1997 ഒക്ടോബർ മാസം 19 ആധ്യാത്മിക ജീവിതത്തിൽ അതിൻ്റെ വളർച്ചയിൽ വളരെ ആകർഷണീയമായ
ഒരു ശൈലിക്ക് കൊച്ചുത്രേസ്യ തുടക്കം കുറിച്ചു. എന്തായിരുന്നു ആ ശൈലി? ലാളിത്യം, പ്രായോഗികത, ഇത് രണ്ടുമായിരുന്നു. വളരെ ലളിതമായ ഒരു ജീവിതം. സമ്പന്നനായ ദൈവം ദരിദ്രനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. പട്ടുവ്യാപാരിയുടെ മകൾ, ഒന്നിനും ഒരു കുറവില്ലാതിരുന്നവൾ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ തൻ്റെ അമ്മ ഈ ലോകത്തെ വിട്ട് പോയി എന്ന് വരികിലും മക്കൾക്കെല്ലാം ഒരു കുറവും വരാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അപ്പൻ പഠിപ്പിച്ചു വന്ന സാഹചര്യത്തിൽ തൻ്റെ സഹോദരിമാരവർക്ക് സന്യാസിനിയായപ്പോൾ ഇനിയുമുള്ളതൊക്കെ എനിക്കാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ ആ സഹോദരിമാരുടെ നല്ല പാത പിന്തുടർന്നുകൊണ്ട് വളരെ പ്രായോഗികമായി ലാളിത്യത്തോടെ അവൾ ജീവിച്ചു എന്നുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിലെ വിശ്വാസികളെ ആകർഷിച്ച 2 വിശുദ്ധരാണല്ലോ, ഒന്ന് അസീസിലെ പുണ്യവാനായ ഫ്രാൻസിസും മറ്റൊന്ന് ലിസ്യൂവിലെ കൊച്ചുത്രേസ്യയും. ഇവർ രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ലാളിത്യവും വളരെ വിനയത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ്. ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിശുദ്ധയായിട്ടാണ് 10-ാം പീയൂസ് മാർപ്പാപ്പ വിശുദ്ധ കൊച്ചുത്രേസ്യയെ വിശേഷിപ്പിച്ചത്. ലിയോ 13 മാർപ്പാപ്പയുടെ പ്രത്യേക അനുവാദത്തോടുകൂടി മഠത്തിൽ പ്രവേശിക്കുന്നു. 9 വർഷം നീണ്ട ഹ്രസ്വമായ സന്യാസിനി ജീവിതത്തിൽ എന്തായിരുന്നു അവളുടെ പ്രത്യേകത? ഒന്ന്, വിശുദ്ധ കർമാനുഷ്ഠാനങ്ങളിൽ സഹായിയായി പ്രവർത്തിക്കുക, സാക്രിസ്റ്റ്യൻ. കൂദാശകൾ പരികർമ്മം ചെയ്യുവാൻ കടന്നു വരുന്ന വൈദികർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും വളരെ ശ്രദ്ധാപൂർവം ഒരുക്കി ഭക്തിയോടും ശ്രദ്ധയോടും കൂടി അത് നിർവഹിക്കുവാൻ അവരെ സഹായിക്കുക അവളുടെ ഒരു പ്രത്യേക കടമയായി അവൾ കണ്ടു. രണ്ടാമതായിട്ട് നൊവീസ് മിസ്ട്രസ്സായിട്ട് സന്യാസ ജീവിതം ആഗ്രഹിച്ച് കടന്നു വരുന്ന വ്യക്തികളെ പരിശീലിപ്പിക്കുന്ന ഒരു വ്യക്തിയായി. നോബഡി ക്യാൻ ഗീവ് വാട്ട് ഓൺ ഡസ് നോട്ട് ഹാവ്. നമുക്കില്ലാത്തത് കൊടുക്കാനാവില്ല. സമർപ്പണ ജീവിതത്തിൻ്റെ സായുജ്യത അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അത് മറ്റ് അർത്ഥിനികളായി കടന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രചോദനം നൽകിക്കൊണ്ട്, ഇൻസ്പിറേഷൻ നൽകിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ അവൾക്ക് കഴിഞ്ഞു. ചെറിയ വഴികളിലൂടെ വിശുദ്ധിയുടെ വഴിയിൽ മുമ്പോട്ട് പോയ കൊച്ചുത്രേസ്യ രോഗം ബാധിച്ച്, ക്ഷയരോഗം ബാധിച്ച് 24-ാമത്തെ വയസ്സിൽ ഈ ലോകത്തെ വിട്ട് കടന്നുപോയി. കൊച്ചുത്രേസ്യയെ അടക്കം ചെയ്തിരിക്കുന്ന ലിസ്യൂവിലെ ബസിലിക്ക തീർത്ഥാടകരുടെ എണ്ണം നോക്കിയാൽ ഫ്രാൻസിലെ 2ാമത്തെ തീർത്ഥാടന കേന്ദ്രമാണത്. 1-ാമത്തെ കേന്ദ്രം ഫ്രാൻസിൽ ലൂർദ് മാതാവിൻ്റെ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. 2ാമത്തെ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു കേന്ദ്രം, ജനങ്ങൾ സന്ദർശിക്കുന്ന ഒരു കേന്ദ്രം വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ലിസ്യൂവിലെ ബസിലിക്കയാണ്. ലളിതമായി ആരംഭിച്ച പ്രശസ്തി അതിവേഗം ലോകം മുഴുവൻ വ്യാപിച്ചു. തൻ്റെ പാപ്പാസ്ഥാന ശുശ്രൂഷ തിളക്കമുള്ള നക്ഷത്രമായിട്ടാണ് പീയൂസ് മാർപ്പാപ്പ കൊച്ചുത്രേസ്യയെ വിശേഷിപ്പിക്കുന്നത്. സ്റ്റാർ ഓഫ് ഹിസ് പോണ്ടിഫിക്കേറ്റ്. അപ്പോൾ പരിശുദ്ധ പിതാവിന് പോലും തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സംതൃപ്തിയായിരുന്നു കൊച്ചുത്രേസ്യയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുക. പ്രേക്ഷിത ശുശ്രൂഷയുടെ സഹവിശുദ്ധിയായി ഫ്രാൻസിസ് സേവ്യറിനോടൊപ്പം കൊച്ചുത്രേസ്യ പ്രഖ്യാപിക്കപ്പെട്ടു. ഫ്രാൻസിൻ്റെ സഹരക്ഷാധികാരിയായി. ജോൻ ഓഫ് ആർക്കിനെ പോലെ 1944 കൊച്ചുത്രേസ്യയും പ്രഖ്യാപിക്കപ്പെട്ടു. ജീവിതകാലത്ത് ആരാലും അറിയപ്പെടാതെ ജീവിക്കുവാൻ അവൾ ആഗ്രഹിച്ചു. ലാളിത്യത്തെ എന്നും അവൾ ഇഷ്ടപ്പെട്ടു. പ്രകടനപരമായ ജീവിതത്തിൽ എപ്പോഴും മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ഒന്നും അവൾ ചെയ്തിരുന്നില്ല. തൻ്റെ ജീവിതത്തെ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയിൽ ആധ്യാത്മിക ജീവിതത്തിൻ്റെ കുറുക്ക് വഴികളിലൂടെ അവൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. 3 വയസ്സ് മുതൽ നല്ലവനായ ദൈവം, ആ ദൈവത്തിൽ നിന്നും ഞാൻ ഒന്നും നിഷേധിച്ചിട്ടില്ല. അപ്പോൾ അവൻ്റെ അമ്മ മരിക്കുന്ന ആ കാലഘട്ടം മുതൽ അവൾ ഈ ലോകത്തെ വിട്ട് കടന്നു പോകുന്നത് വരെ പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ചു. ആധ്യാത്മികമായ ശിശുത്വം അവൾ ആഗ്രഹിച്ചു. സ്വർഗത്തിൻ്റെ പൂമുഖത്തേക്ക് ഈശോ കൈപിടിച്ച് പ്രത്യേകമായി തന്നെ കൊണ്ടുപോകുന്നതായും ഈശോയോടൊത്ത് നിത്യമായി ജീവിക്കുന്നതുമായ ഒരനുഭവത്തിലേക്ക് പ്രവേശിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യ
വീണ്ടും ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. ഈ ശിശുവിനെ പോലെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം. അവരാണ് ദൈവരാജ്യത്തിന് ഏറ്റവും വലിയവൻ എന്ന് തമ്പുരാൻ ഓർമ്മിപ്പിക്കുമ്പോൾ ആ ഒരു വലിപ്പത്തിലേക്ക് ഈ ലോകത്തിലും പരലോകത്തിലും ദൈവത്തോടുകൂടി നിഷ്കളങ്കമായ ഹൃദയത്തോടെ, നിർമ്മലമായ ജീവിതത്തോടെ, പരിപൂർണമായ വിശ്വാസത്തോടെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അഭംഗുരമായി പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമായ ജീവിതമാക്കുവാൻ വിശുദ്ധ കൊച്ചുത്രേസ്യ നമുക്ക് മാതൃകയായിരിക്കട്ടെ.